എന്തിനാണ് ഞാനിങ്ങനെ ക്യാമറയും മുക്കി പിടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കസിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് പരിപാടി ഉണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളെ ഞാൻ ഈ ഒരുക്കുന്നതൊക്കെ ലാസ്റ്റ് അങ്ങനെ ഫൈനൽ ലുക്ക് എങ്ങനെയും കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് പോയിറങ്ങിയപ്പോഴത്തേക്കാണ് വാപ്പിക്ക് ആപ്പാടൊരു ഡൗട്ട്, മുണ്ട് എടുക്കണോ പാൻറ് ഇടണോ എന്നുള്ളത്. ലാസ്റ്റ് പിന്നെ മുണ്ട് എടുത്തുകൊണ്ടങ്ങ് ഇറങ്ങി, ഞങ്ങളൊന്നും നോക്കാതെ. ഞാൻ പോകുന്ന വഴി പെങ്ങളിടുന്ന ക്യൂട്ട്നെസ്സും കണ്ട് അവളടിക്കുന്ന തള്ളും കെട്ട് നമ്മളെത്തിയപ്പോൾ കുറച്ച് ലേറ്റ്. അപ്പോഴത്തേക്ക് നമ്മുടെ മണവാളൻ അവിടെ ബൊക്കയും പൂക്കളും എല്ലാം കൊണ്ട് പെണ്ണിൻ്റെ ഉള്ളിലോട്ട് പോയി. എൻഡിങ് ആയത് കാരണം പെങ്ങളുമാരെല്ലാം അതുപോലെ ഹാമ്പറും പിടിച്ച് കൂടെ നടന്നു പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ പെങ്ങൾ മാത്രം അതിൻ്റെ കൂട്ടത്തില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ നമ്മുടെ മണവാളൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ എടുപ്പും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ നോമ്പോറ പെണ്ണ് വീട്ടുകാർ തന്നെ സെറ്റ് ചെയ്ത് തന്നു. ലാസ്റ്റ് പിന്നെ വാങ്ങി കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും സമൂസയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ടിരുന്ന് വാങ്ങി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഭക്ഷണം വന്നു. അത് പിന്നെ കഴിക്കുന്നതിൻ്റെ തിരക്കായി മാറി എല്ലാവരും. അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ഭക്ഷണം എല്ലാം റാത്തായിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും തിരിച്ച് കൊല്ലത്തോട്ട് പോകുന്ന തിരക്കായി. അങ്ങനെ പിന്നെ ഫാമിലി എല്ലാവരും കൂടെ കയറി സ്റ്റേജിൽ കയറി യോ പറഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാവരും കൂടെ ഇറങ്ങി. പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയിട്ട് നമ്മുടെ മണവാളൻ്റെ ആ നാണം മാറിയില്ല, ചിരിയൊക്കെ കണ്ടില്ല. ലാസ്റ്റ് പിന്നെ എല്ലാവർക്കും ടാറ്റാ ബൈ എടുത്ത് ബ്ലോഗ് പിന്നെ അവിടെ വെച്ച് നിർത്തി. അപ്പോൾ ബാക്കി നാളെ.